ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിലേറ്റീവ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗേറ്റ് കടക്കുന്നത് വരെ എല്ലാവർക്കും ചാൻസ് ഉണ്ടെന്ന് 1000 വട്ടം നമ്മുടെ അലീന പറഞ്ഞു. പക്ഷെ ആരും മിണ്ടിയില്ല കേട്ടോ. എല്ലാവരും മൗനം പാലിച്ചിരിക്കുക. നേരെ പച്ചക്കറി കടയിലേക്ക് ചെന്നു. അവിടെ തിരക്കിയിട്ട് പച്ചക്കറി ചേട്ടൻ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ചെല്ലുന്നു. അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ആ സൈഡിൽ. അപ്പോൾ ആ സൈഡിൽ വണ്ടി കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും കടയുടെ മുന്നിലോട്ട് നിർത്തട്ടെ എന്ന് ചോദിച്ചു ഈ നമ്മുടെ ബൈജു. വേണ്ട, ഇവിടെ നിന്നാൽ മതി, ആരും ഇറങ്ങണ്ട, ഞാൻ പോയി കടക്കാരനായിട്ട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ മോളെ നീ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചു വല്യപ്പച്ചൻ. ഞാൻ വല്യപ്പച്ചനെ വിളിച്ചോളാമെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ അലീന ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു നേരെ കടയിലേക്ക് ചെല്ലുക. അപ്പോൾ അവിടെ ചെന്നു. ചേട്ടാ, ദേ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ എടുക്കുക. സവാള 1 കിലോ, മട്ടേരി 1 കിലോ, പഞ്ചസാര 1 കിലോ, ഉരുളക്കിഴങ്ങ് 1 കിലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അലീന ഇങ്ങനെ ഓരോന്ന് പറയുമെങ്കിൽ തന്നാൽ മതി, ഞാൻ നോക്കി എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അലീന കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് ആ ചേട്ടൻ സാധനങ്ങൾ ഓരോന്നായിട്ട് എടുക്കുക. അപ്പോഴത്തേക്കും അലീന അവിടെ ഇരുന്ന് കണക്കെടുത്തുന്ന ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. ചേട്ടാ, ഇവിടെ എല്ലായിടത്തെയും പോലെ ന്യായ വിലയ്ക്കല്ലേ സാധനങ്ങൾ വിൽക്കുന്നതെന്ന് ചോദിച്ചു. അതെ, എന്താ സംശയം? അല്ല, സംശയമൊന്നുമില്ല, വില കൂടുതലാണോ എന്നറിയാൻ വേണ്ടി ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളെന്ന് അലീന പറയുന്നു. ഇവിടെ ഒരു വില കൂടുതലും ഇല്ല എന്ന് മാത്രമല്ല, നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഞങ്ങൾ വിൽക്കുന്നതെന്നും ആ ചേട്ടൻ പറഞ്ഞു. കട കണ്ടപ്പോൾ തോന്നി, അതാ ഞാൻ ഇങ്ങോട്ട് തന്നെ കയറിയത്. ഇതിനു മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. അതോ, ഞാനിവിടെ വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഇതിനു മുമ്പ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ കഴക്കൂട്ടത്തായിരുന്നു എന്ന് പറഞ്ഞ അലീനെ. അത് തിരുവനന്തപുരത്തിനടുത്തുള്ള സ്ഥലമല്ലേ? അതെ. ഇവിടെ താമസം? പുഴയ്ക്ക് അക്കരയാണോ അത് ഇക്കരയാണോ? അപ്പോൾ അക്കരയാന്ന് പറഞ്ഞു. വീട്ടുപേരെന്തോന്നാന്ന് ചോദിച്ചപ്പം അത് പിന്നെ സ്നേഹനികേതനം. കേട്ടിട്ടില്ല കേട്ടോ. ഇവിടെ സ്ഥലം വാങ്ങിച്ചു വന്നതാണോ അതോ ജോലിക്ക് വന്നതാണോ? അപ്പോൾ ജോലിക്കായിട്ട് വന്നതാണ്. അപ്പോൾ എവിടെയാണ് ജോലി? അപ്പോൾ കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ എസ്റ്റേറ്റിലെ അവിടുത്തെ സ്റ്റാഫാണെന്ന് പറഞ്ഞു. എസ്റ്റേറ്റിലെ ഫാക്ടറിയിലെയും ജോലിക്കാരെല്ലാം ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാറ്. സ്റ്റാൻലി ചായൻ്റെ ബംഗ്ലാവിലേക്ക് ഇവിടുന്ന് സാധനങ്ങൾ കൊടുക്കാറെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്തേ സാധനങ്ങളും അത് ലിസ്റ്റും കൊണ്ടുവന്നു. അപ്പോൾ എല്ലാം എടുത്തോളാന്ന് ഈശോ എടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും സാധനങ്ങളുടെ ലിസ്റ്റും കാര്യങ്ങളും കൊണ്ടുവന്ന് ഇയാളുടെ കയ്യിൽ കൊടുത്തപ്പോഴത്തേക്കും ഇയാൾ അവിടെ നിന്ന് കണക്കും കാര്യങ്ങളെല്ലാം കൂട്ടും. അപ്പോൾ അലീന ഇതെല്ലാം നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ അയാളുടെ കണക്കൂട്ടലും കാര്യങ്ങളെല്ലാം കണ്ട് സമാധാനമായി. 820 തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഞാൻ സഞ്ചി എടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന സഞ്ചി എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോന്നു. ആ സമയത്ത് വല്യപ്പച്ചനും ബൈജു ചേട്ടനും കൂടി ചെന്ന് പറ്റ് ബുക്കിൽ ഇന്നത്തെയും പറ്റ് കുറിച്ച് വാങ്ങിക്കാൻ പറഞ്ഞു അലീന. അയ്യോ, അവർ പറ്റ് കുറിക്കാൻ പോകും കേട്ടോ. പൗലോസ് അന്നേരം അതിനകത്ത് തന്നെ ഇരിക്കുവാണ്. ആ സമയത്ത് പൗലോസ് ചേട്ടാ എന്നും പറഞ്ഞ അലീന ഒരു വിളി. ഞാൻ സാധനങ്ങളുടെ എല്ലാം വില കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പൗലോസ് ചേട്ടനെ കടക്കാരൻ പറ്റിക്കുന്നുണ്ടോ എന്ന് അറിയാനാകട്ടോ എന്നിങ്ങനെ അലീന പറയാം. അപ്പം ഇങ്ങനെ നോക്കുവാണ്. പൗലോസ് ആകെ ചമ്മി വിളറിയിരിക്കുക. പൗലോസ് ചേട്ടനെ ഇറങ്ങി വാ, നമുക്ക് കടക്കാരനുമായിട്ട് സംസാരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നതെന്ന് പറയുമ്പോഴും പൗലോസ് പറഞ്ഞിരിക്കുക. പൗലോസ് ചേട്ടനല്ലേ സാധനങ്ങൾ വാങ്ങിച്ചത്, അതുകൊണ്ട് പൗലോസ് ചേട്ടനെ മുന്നിൽ വെച്ച് അയാൾക്ക് കള്ളം പറയാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. പൗലോസ് ഇങ്ങനെ ആകെ വേർത്ത് അവിടെ ഇരിക്കുവാണ്. ഇറങ്ങി വാ എൻ്റെ പൗലോസ് ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അലീന നിർബന്ധിച്ച് വിളിച്ചു. അയാളാണെ പമ്മി അങ്ങ് ചെല്ലുക. അതെ, ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് പൗലോസിനെ വിളിച്ചുകൊണ്ട് പോകും അലീന. ആ സമയം കൊണ്ട് ആ പറ്റ് ബുക്കിൽ മുഴുവൻ എഴുതി വാങ്ങിച്ചു. ഇന്നത്തെ എല്ലാം കുറിച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്ന് വല്യപ്പച്ചൻ ചോദിച്ചു. ഇവരെ രാവിലെ ബുക്ക് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം കുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അവരവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങുക. അപ്പോൾ അവരിറങ്ങിയപ്പോഴത്തേക്കും അലീന അങ്ങോട്ടേക്ക് വന്നു. അന്നേരം മോളെ, നിനക്ക് എഴുത്തും വായനയും അറിയാവല്ലോ, എനിക്ക് കണ്ണങ്ങോട്ട് പിടിക്കുന്നില്ല, നീ ആ ബുക്കൊന്ന് വായിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വല്യപ്പച്ചൻ അത് മേടിച്ചു അലീനയുടെ കയ്യിലേക്ക് കൊടുത്തു. വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെയും കുറിച്ചിട്ടുണ്ട്, രണ്ടും വായിക്കണമെന്ന് ചോദിച്ചപ്പോൾ നീ വായിച്ചോളാൻ പറഞ്ഞു വല്യപ്പച്ചൻ. വായിക്കേ, ആദ്യം ഇന്നത്തെ വായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അരി 40 കിലോയോ? 40 കിലോയോ? പൗലോസ് ഞെട്ടി വേർത്തിങ്ങനെ നീക്കാം. നീ ഇന്നലെ 20 അല്ലേടാ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഇന്നലത്തെയും കൂടെ കൂട്ടിയാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഉരുളുക. അപ്പം ഇന്നലെ അരി 20 കിലോ. പൗലോസ് അവിടെ നിന്നങ്ങ് തുടങ്ങിയില്ലേ വേർക്കാൻ. അങ്ങനെ കണക്കൊക്കെ കേട്ട് എല്ലാവരുടെയും കണ്ണ് തള്ളി നിൽക്കുക. വെളിച്ചെണ്ണ 10 കിലോയൊക്കെ പിടിച്ച നിങ്ങൾ ചെന്ന് ആ ജീപ്പിലിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചല്ലേ, ഇവിടെ തന്നെ നമുക്ക് തൂക്കി നോക്കാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് എന്താ ഒരു സംശയം പോലെ എന്ന് കടക്കാരൻ ചേട്ടൻ ചോദിച്ചു. അപ്പോൾ സംശയം ഉണ്ടെന്നേ, അതങ്ങ് തീർത്തേക്കാമെന്ന് വല്യപ്പച്ചൻ പറഞ്ഞു. മനസ്സിൽ കിടന്നാലേ അതൊരു സമാധാനക്കേടായിട്ട് അവിടെ അങ്ങ് കിടക്കുമെന്ന് വല്യപ്പച്ചൻ പറയാം. കടക്കാരനും ആകെ അങ്ങ് ചമ്മി. പോയേച്ചോ ആടാ എന്നും പറഞ്ഞുകൊണ്ട് ബൈജുവിനെ പറഞ്ഞു വിടുക. ബൈജു ചേട്ടാ, ആ ജീപ്പ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്ക്, സാധനങ്ങൾ ഇറക്കാനും കയറ്റാനൊക്കെ എളുപ്പമല്ലേ എന്ന് ചോദിച്ചു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പൗലോസും ബൈജുവും കൂടി വണ്ടി എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഈ പെങ്കൊച്ച് നിങ്ങളുടെ ആരാണെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കൊച്ചുമോളാടാവേ, എൻ്റെ മകൻ സ്റ്റാൻലിയുടെ മകളാണെന്ന് പറഞ്ഞു.
കടക്കാരനിരുന്ന് വേർക്കാൻ തുടങ്ങി. അലീന ഒന്ന് ചിരിച്ചു. ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിയതോ ശരിക്കുള്ള വില വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് അലീന ഇങ്ങനെ പറയാട്ടോ. ഓ ബുദ്ധി ബുദ്ധി. സ്റ്റാൻലി ജോസഫിൻ്റെ മോളാണേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വല്യപ്പച്ചൻ. അപ്പം മട്ട അരി വില കിലോ 70 രൂപ, എനിക്ക് തന്നത് 54 രൂപയ്ക്കാണെന്നും പഞ്ചസാര വില കിലോ 60 രൂപ, എനിക്ക് 45, വെളിച്ചെണ്ണ കിലോ 450, എനിക്ക് 300. എന്താ ചേട്ടാ ഇത് വിലയിലൊക്കെ ഇത്രയും വ്യത്യാസം? പറ്റുപടിയാകുമ്പോൾ കുറച്ച് വില കൂട്ടിയിടുമെന്നും റൊക്കം പൈസയൊന്നും തരുന്നില്ലല്ലോ, എന്നാൽ ഇത് തീവെട്ടി കൊള്ളയല്ലേന്ന് ചോദിച്ചു. നല്ല സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ എന്നാ ചേട്ടൻ. അതെന്താ തന്തയ്ക്ക് വരക്കാത്ത വർത്തമാനമാടാ നീ ഈ പറയുന്നതെന്ന് ചോദിച്ചു. വല്യപ്പച്ച വേണ്ട, വഴക്കിടാൻ വന്നതൊന്നും അല്ലല്ലോ, നമ്മൾ കാര്യം അറിയാൻ വന്നതല്ലേന്ന് ചോദിച്ചു. ചേട്ടാ ഇതൊക്കെ ഒന്ന് തൂക്കി നോക്കണം, പിന്നെ ചേട്ടൻ പറ്റുബുക്കിൽ എഴുതി എത്രയും ഉണ്ടോ എന്നും അറിയണമെന്ന് പറഞ്ഞു. ഞാൻ കൃത്യമായി തൂക്കിയെടുക്കാറാ, അതിൽ നിന്നൊരു ഗ്രാം പോലും കുറയില്ല എന്നാ ചേട്ടൻ. ശരി ആയിക്കോട്ടെ, നിങ്ങൾ കൊടുത്തു വിട്ട് ഈ മട്ടേരി ഇതല്ലോ എന്ന് തൂക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിപ്പം എങ്ങനെയാണ് സംഭവം എന്ന് ആർക്കറിയാം? ഇതിപ്പോൾ ഞാൻ തൂക്കി വിട്ടത് കറക്റ്റാണോ എന്ന് ആർക്കറിയാം? നിങ്ങൾ കുറച്ച് വീട്ടിലെടുത്ത് വെച്ചിട്ട് ബാക്കി കെട്ടിക്കൊണ്ട് വന്നതാണെങ്കിലോ? അപ്പം ചെറ്റത്തരം കാണിച്ചിട്ട് പോക്കൃത്തരം പറയുന്നടാ. മര്യാദയ്ക്ക് നീ സംസാരിച്ചില്ലെങ്കിൽ നിന്റെ കടയും കോപ്പും കൊടച്ചാക്കറും എല്ലാം പെറുക്കി കൊളത്തൂർ പുഴ എറിയും ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ വല്യപ്പച്ചൻ. സ്റ്റാൻലിയുടെ അപ്പനോട് കളിക്കാൻ മാത്രം നീ വളർന്നോടാന്ന് വല്യപ്പച്ചൻ ചോദിച്ചു. അപ്പോൾ വല്യപ്പച്ചൻ മതിയെന്ന് പറഞ്ഞു അലീന. അല്ലേ അവൻ പറഞ്ഞു, വർത്താനം കേട്ടില്ലേ മോളെ നീ? നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കുടഞ്ഞിട്ടെന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തൂക്കക്കുറവുണ്ടെങ്കിൽ അത് അപ്പം പറയണമെന്ന് പറഞ്ഞു. ഇതെന്താടാ 12 കൊല്ലം കഴിഞ്ഞു പോയോടാ? 1 മണിക്കൂർ മുമ്പല്ലേടാ ഇവിടുന്ന് ഇതൊക്കെ വാങ്ങിച്ചത്? സാധനങ്ങളുടെ തൂക്കം കുറഞ്ഞു പോയെങ്കിൽ അത് നിങ്ങളുടെ ജോലിക്കാരോട് ചോദിക്കണം, എന്നോട് സംസാരിക്കണ്ടെന്ന് ചേട്ടാ ഇതിൻ്റെ പേര് കച്ചവടം എന്നല്ല കപടമെന്നാണെന്ന് അലീന എന്നേരം പറഞ്ഞു. പപ്പയോട് പറഞ്ഞ ചേട്ടൻ്റെ കച്ചവടവും കാപട്യവും ഈ കടയൊക്കെ ചിലപ്പോൾ പൊളിച്ചെന്ന് വരുമെന്ന് അലീന അയാളോട് പറയാം. പിന്നെ കള്ളക്കണക്ക് എഴുതി വഞ്ചിച്ചതിന് പോലീസിനോട് ഉത്തരം പറയേണ്ടതായിട്ട് വരുമെന്നും പറഞ്ഞു. ഇതൊന്നും അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഒന്നും വേണ്ട എന്ന് വെച്ച് ക്ഷമിച്ചു പോവുകയാണെന്ന് അലീന. പോട്ടെ എന്നും പറഞ്ഞു അലീന ഇങ്ങനെ 4 എണ്ണം അങ്ങ് പറഞ്ഞു. കൊള്ളാം നിന്റെ കലാപരിപാടി, നീ എത്ര നാൾ ഉണ്ണുവാടാ ഇങ്ങനെ എന്ന് വല്യപ്പച്ചൻ അന്നേരം ചോദിച്ചു. അങ്ങനെ അതും പറഞ്ഞ് അവർ സാധനങ്ങളുമായിട്ട് നേരെ വീട്ടിലോട്ട് പോകാൻ നോക്കുക. ആ സമയത്ത് നിങ്ങൾ 2 പേരും കൂടി ഇതെല്ലാം എടുത്ത് ജീപ്പിലോട്ട് വെച്ചോ, തിരിച്ചു പോയേക്കാവെന്ന് അലീന പറയാം. അങ്ങനെ അവരതെല്ലാം കൂടി എടുത്ത് വെക്കുമ്പോൾ മോളെ ഇറച്ചിക്കടയിലും മീൻ മാർക്കറ്റിലും കയറിയില്ലല്ലോ എന്ന് വല്യപ്പച്ചൻ. അതൊന്നും വേണ്ട വല്യപ്പച്ച, നമുക്ക് കാര്യം മനസ്സിലായല്ലോ. മനസ്സിലായെന്ന് ഇവർക്കും മനസ്സിലായി, മതി എന്ന് അലീന പറയണു. വന്നതുപോലെ തന്നെ തിരിച്ച് ഒരു വീട്ടിലേക്ക് പോവുക. അപ്പോൾ അവർ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും അവിടുത്തെ ജോലിക്കാരൻ ഇപ്പോൾ വാങ്ങിച്ച സാധനങ്ങൾ കെട്ടിവെച്ചിരിക്കുക, അത് കൊണ്ടുപോകണില്ലേ എന്ന് ചോദിച്ചു. അതെ, നീയും നിന്റെ മുതലാളിയും കൂടി കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ. അല്ല പിന്നെ എന്നും പറഞ്ഞ വല്യപ്പച്ചൻ വണ്ടിയിൽ കയറി ഇവർ നേരെ വീട്ടിലേക്ക് പോണു. ആ പറ്റുബുക്ക് കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ കടക്കാരനെ വിളിച്ച് മുന്നറിയിപ്പ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ മൊബൈൽ വാങ്ങിച്ചതാണ് കേട്ടോ, തിരിച്ച് പോകാൻ പറ്റു ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് മൊബൈൽ അവരുടെ കൈകളിലേക്ക് കൊടുത്തു. അങ്ങനെ എല്ലാം പൊളിച്ചടുക്കി അലീന നേരെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇവരുടെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. ആൻ്റപ്പൻ ചേട്ടൻ അവിടെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആൻ്റപ്പൻ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇതെന്തായി എന്ന് അറിയാഞ്ഞിട്ടുള്ളൊരു വെപ്രാളവും ഒരു വ്യഗ്രതയൊക്കെ. ആ സമയത്ത് നമ്മുടെ അലീന വണ്ടിയിൽ നിന്ന് ഇറങ്ങി, അതുപോലെ വല്യപ്പച്ചൻ ഇറങ്ങി, പിന്നെ പൗലോസേട്ടനും ഇറങ്ങി. ഈ ബൈജു മാത്രം ഇറങ്ങുന്നില്ല. അപ്പോൾ ബൈജു വണ്ടിയിൽ തന്നെ ഇരിക്കുക. ബൈജു ചേട്ടൻ ഇറങ്ങുന്നില്ലേ, അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന് അലീന ചോദിച്ചു. അപ്പോൾ ഇല്ല. പിന്നെന്താ ആ സീറ്റിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നതെന്ന് ചോദിച്ചു. തന്നെത്താൻ ചേട്ടൻ ഇങ്ങനെ ഇറങ്ങി, സാധനങ്ങൾ ഇറക്കി വെക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറയുമ്പോൾ ഇറക്കിയാൽ മതി, ഇങ്ങോട്ട് മാറി നിൽക്കുക എന്ന് അലീന അയാളോട് പറയണം. അലീനയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് അലീനയുടെ അരികിൽ ഇയാൾ വന്ന് ഇങ്ങനെ നിൽക്കുക. പുറകെ കയ്യും കെട്ടി നമ്മുടെ പൗലോസ് ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് എന്തൊക്കെയാണ് നടന്നുകൊണ്ട് ഇവിടെ ഇരുന്നത്? വല്യപ്പച്ചൻ തൊട്ടരികിൽ നിൽപ്പുണ്ട്. ഞാനെല്ലാം കണ്ടുപിടിച്ചതേ, ഇനി കള്ളം പറഞ്ഞ് തടി തപ്പാൻ നോക്കണ്ട എന്ന് അലീന ഇവരോട് 2 പേരോടും പറയണം. പിന്നെ എടാ നിന്റെയൊക്കെ വായിൽ എന്നാടാ പഴമാണോടാ, ചോദിച്ചത് കേട്ടില്ലേടാ എന്ന് വല്യപ്പച്ചൻ ദേഷ്യത്തോടെ ഇവരോട് ചോദിച്ചു. 2 പേരും ഇങ്ങനെ നിൽക്കുക. തട്ടിപ്പ്, വെട്ടിപ്പ്, മോഷണം, കള്ളക്കടത്ത്, പിന്നെന്തൊക്കെയാ തുറന്നു പറഞ്ഞു. കള്ളക്കടത്തൊന്നും ഇല്ലായിരുന്നു എന്ന് ബൈജു. ദുബായിൽ നിന്ന് സ്വർണം കടത്തുന്നത് മാത്രമല്ല കള്ളക്കടത്ത്, ഈ വീട്ടിലേക്കെന്നും പറഞ്ഞ് സാധനങ്ങൾ വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് മറിച്ചു വിൽക്കുന്നതും കള്ളക്കടത്തല്ലേന്ന് ചോദിച്ചു. ഞാനൊന്നും കടത്തിയിട്ടില്ലെന്ന് ബൈജു. എന്നാൽ പൗലോസേട്ടൻ പറ, പപ്പയെ പറ്റിച്ച് കിട്ടുന്ന കാശ് നിങ്ങൾ ആരൊക്കെയാ പങ്കിട്ടെടുത്തോണ്ടിരുന്നേ? എത്ര വെച്ച് നിങ്ങൾക്കൊക്കെ കിട്ടും? കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്ന കടക്കാരനെത്ര ഷെയർ? പൗലോസേട്ടൻ എത്രയാ അതിൽ?
ദേ എൻ്റെ പപ്പയുടെ പൈസ കൊള്ളയടിച്ചുകൊണ്ട് പോയി വീതം വെക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതോ പപ്പ തന്നെ നേരിട്ട് വന്ന് ചോദിക്കണോ? ഞാൻ വിളിക്കാമെന്ന് അലീന. വേണ്ട, വിളിക്കണ്ടെന്ന് ബൈജു. ഞങ്ങൾ പൊക്കോളാവെന്ന് പറഞ്ഞു. നിങ്ങൾ പോകാൻ പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിലും അങ്ങനെ കള്ളനെ തൊണ്ടി സേതം പിടിച്ചു കഴിഞ്ഞാൽ വെറുതെ വിടുന്ന നിയമമാണോ നമ്മുടെ നാട്ടിലുള്ളത്? ആ, കിട്ടുന്നതിൽ 4/1 കടക്കാരന് കൊടുക്കും എന്ന് ബൈജു പറഞ്ഞു. ഓക്കെ, ബാക്കിയോ? ബാക്കി 3/1 ഭാഗം പൗലോസേട്ടന്, ഒരു വീതം വിനോദിന്, പിന്നൊരു പങ്ക് എനിക്ക്. അപ്പം അത് കേട്ടപ്പോൾ ഒരാൾക്ക് ഏകദേശം എത്ര വെച്ച് കിട്ടും മാസപ്പടി? പൗലോസ് ഒന്നും മിണ്ടാതെ നിൽക്കുക. പൗലോസേട്ടനെ നോക്കണ്ട, കൊള്ളൻ്റെ ആശാന. ബൈജു ചേട്ടൻ പറ, എത്ര കിട്ടും ഒരാൾക്ക്? എനിക്ക് ഒരു 20-25 വെച്ച് മാസം കിട്ടും. 25 ലക്ഷം? അയ്യോ, 25 ലക്ഷമോ? 25,000. അങ്ങനെ അതൊക്കെ തെളിച്ച് പറയണ്ടേ? പൗലോസേട്ടൻ ഇവരെയും പറ്റിക്കോ? മുതലാളിയെ പറ്റിച്ചെടുത്ത കാശിൽ നിന്ന് അടിച്ചു മാറ്റി ഇവരോടും കള്ളക്കണക്ക് പറയുമോ? എന്നിങ്ങനെ അലീന ചോദിക്കുക കേട്ടോ. കള്ളത്തരം കണ്ടുപിടിച്ചാൽ പിന്നെ പൗലോസേട്ടൻ്റെ വായിലും നാക്കില്ല. അതിനു മുന്നേ എന്തൊരു ശൗര്യമായിരുന്നു. ആൻ്റപ്പേട്ടന് ഇതിൽ ഷെയർ ഒന്നും ഇല്ലേന്ന് ചോദിച്ചു. അപ്പം അര വാങ്ങിച്ചു കൊടുക്കും. അരയെന്ന് വെച്ചാൽ എന്നതാ? 1/2 ലിറ്റർ റമ്മേ. എന്തിനാ അത് കൊടുക്കുന്നേ? കള്ളത്തരം കണ്ടാലും കണ്ടില്ലെന്ന് ഭാവിച്ച് കണ്ണടയ്ക്കുന്നതിന്. ഓ, അപ്പോൾ കൊള്ളാം. ഇന്നും കൊടുക്കണ്ടേ? കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടോ? അപ്പോൾ വണ്ടിയിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഓ, അതെടുത്ത് എന്നെ ഏൽപ്പിച്ചേക്ക്. അപ്പോൾ അതെടുക്കാൻ പോയി ബൈജു. ഇപ്പോൾ വേണ്ട, ഞാൻ പറയാമെന്ന് പറഞ്ഞു അലീനയെ. ബൈജു ചേട്ടന് സ്വന്തം തട്ടിപ്പും വെട്ടിപ്പും കുറേ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? അപ്പോൾ ഓയില്, പെട്രോള്, ഡീസല്, സർവീസിങ്, റിപ്പയറിങ്, ഇതിൻ്റെയൊക്കെ ബില്ലുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാം വിശദമായിട്ട് പറയാം. നല്ല സേവനം, അത് അസലായിട്ടുണ്ട് കേട്ടോ എന്ന് അലീന പറയണം. ഇനി മുതൽ ഇവിടുത്തെ വാഹനങ്ങളുടെ ബില്ല് പേയ്മെൻറ്റുകളെല്ലാം എന്നെ കാണിച്ചിരിക്കണം എന്ന് അലീന പറയാം. പെട്രോൾ ആയാലും ശരി, ഡീസൽ ആയാലും ശരി, ഞാൻ നോക്കിയിട്ട് മാത്രം പേയ്മെൻറ്റ് കൊടുത്താൽ മതി. മനസ്സിലായോ എന്ന് ചോദിച്ചു. കഴിഞ്ഞതൊന്നും ഇനി ഇവിടെ ആവർത്തിക്കരുതെന്ന് പറയുമ്പോൾ ഇല്ല, ഒരിക്കലും ഇല്ല, ഞാൻ സത്യം ചെയ്യാമെന്ന് പറഞ്ഞു. കേണൽ സാബിനോട് പറയല്ലേ? അപ്പോൾ പപ്പയോട് പറഞ്ഞാലുള്ള അനുഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. അറിയാം, അടിച്ചോടിക്കും ഇവിടുന്ന്. പൗലോസേട്ടാ, എങ്ങനെ തോന്നി എൻ്റെ പപ്പയോട് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട്? നിങ്ങൾ എന്തുമാത്രം വിശ്വാസം എൻ്റെ പപ്പയ്ക്ക്? നിങ്ങൾക്ക് വേണ്ടി സ്വന്തം മകളെ പോലും മാറ്റി നിർത്തിയില്ലേന്ന് ചോദിച്ചു. വിശ്വസിച്ച ആളിനെ ചതിക്കുമ്പോൾ ഒരു മനസാക്ഷിക്കുത്ത് തോന്നത്തില്ലേ പൗലോസേട്ടാ? ഓ, പൗലോസിന് എന്നാ മനസാക്ഷിക്കുത്ത്? ഇങ്ങനെ 2 കൈയും ഇങ്ങനെ കഷത്തിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പൗലോസേട്ടൻ്റെ ഇതുവരെയുള്ള പ്രകടനം വെച്ച് നോക്കുമ്പം എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ശുദ്ധ തെമ്മാടിത്തരമല്ലേ പൗലോസേട്ടൻ കാണിച്ചുകൊണ്ടിരുന്നേ? ഒരു വശത്തോടെ പപ്പയുടെ പൈസ അടിച്ചു മാറ്റുന്നു. അത് പോട്ടെ എന്ന് വെച്ചാൽ പോലും അതിനപ്പുറത്ത് ഒരു ഉളുപ്പിൻ്റെ അത്ര നന്ദിയെങ്കിലും ഉണ്ടോ? അന്നം തരുന്ന മുതലാളിയോട് എന്തെങ്കിലും ഒരു കൂറുണ്ടോ? പപ്പ വളർത്തുന്ന പട്ടിയുടെ നന്ദിയുണ്ടോ നിങ്ങൾക്ക്? വല്യപ്പച്ചനൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. അലീന എല്ലാത്തിനെയും പൊളിച്ചടുക്കുകയാണ് അവിടെ. അലീനയുടെ ആ ഒരു സാമർഥ്യം കണ്ട് വല്യപ്പച്ചൻ വരെ കണ്ണ് തള്ളിപ്പിടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അലീന ഭയങ്കര ദേഷ്യത്തിലാണ്. ബൈജു ചേട്ടാ, ഈ ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിക്കുകയാണെന്ന് അലീന ഇങ്ങനെ പറയണു. പൗലോസ് ഒന്നും മിണ്ടുന്നില്ല. സാധനങ്ങളെല്ലാം എടുത്ത് അകത്തുകൊണ്ടേ വെച്ചേക്കാൻ പറഞ്ഞു. വല്യപ്പച്ച വാ, നമുക്ക് ആൻ്റപ്പൻ ചേട്ടനെ കാണണം, അത്യാവശ്യമായിട്ട് കാണണം. ഇതിൻ്റെ ചൂട് ആറുന്നതിന് മുൻപ് അവന് കൊടുക്കാനുള്ളതും കൂടെ നമുക്കങ്ങ് കൊടുത്തേക്കാം. മോള് വാ എന്നും പറഞ്ഞ് വല്യപ്പച്ചൻ അലീനയും കൊണ്ട് പോവുക. അങ്ങനെ റമ്മ അലീന അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അതുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഇവരകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പൗലോയും അതുപോലെ ബൈജുവും കൂടി ആകെ വെളുത്ത സാധനങ്ങളെല്ലാം എടുത്തോണ്ടങ്ങ് പോവാം. അപ്പോഴേക്കും അകത്ത് ആൻ്റപ്പച്ചേട്ടൻ ഭയങ്കര ജോലിയില്ല. ആൻ്റപ്പച്ചേട്ടാ എന്നും പറഞ്ഞ് അലീന അങ്ങോട്ടേക്ക് ചെന്നു. എന്നാ കുഞ്ഞേ എന്ന് ചോദിച്ചപ്പോൾ അലീന ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കും. ആൻ്റപ്പച്ചേട്ടൻ്റെ ചങ്കിടിക്കാൻ തുടങ്ങി. അയ്യോ, ടെൻഷനായിട്ടാ മനുഷ്യന് ഒരു രക്ഷയില്ല. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് വരണ്ട് നിൽക്കുന്ന ആൻ്റപ്പച്ചേട്ടൻ്റെ അടുത്തേക്ക് നമ്മുടെ അലീന കുപ്പിയായിട്ട് ചെന്നു. ആൻ്റപ്പൻ ഒന്ന് കണ്ണടയ്ക്കാവോ? അപ്പോൾ എന്തിനാ കുഞ്ഞേ? അന്ന് കണ്ണടച്ചേ. അപ്പോൾ എന്തിനാണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ പലരുടെയും മുന്നിൽ പലതിൻ്റെയും മുന്നിൽ കണ്ണടയ്ക്കാറില്ലേ? എൻ്റെ മുന്നിൽ കണ്ണടയ്ക്കാൻ എന്തത്ര മടി? ഒരു സെക്കൻഡ് നേരത്തേക്ക് മതിയെന്നേ, ഒന്ന് കണ്ണടച്ചേ. അതിൻ്റെ നേട്ടം എനിക്കല്ല, ആൻ്റപ്പൻ ചേട്ടന് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്നാ നേട്ടം കിട്ടാനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് കണ്ണടച്ചേ എങ്കിലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആൻ്റപ്പൻ ചേട്ടൻ കണ്ണടച്ചു. അലീന അന്നേരത്തേക്കും കുറച്ച് നേരം നോക്കി. ഇനി കണ്ണ് തുറന്നു ആൻ്റപ്പൻ ചേട്ടൻ കണ്ണ് തുറന്നു. അപ്പോൾ ഒരു കുപ്പി. അയ്യോ, ഇതെന്തിനാണെന്ന് ചോദിച്ചോ? പിടിക്കാൻ്റപ്പൻ ചേട്ടാ,
അയ്യോ ഞാനങ്ങനെ കുടിക്കാറില്ലല്ലോ. പിടിക്കാൻ പറഞ്ഞാൽ പിടിച്ചോളണം. പിടിക്കുക നിർബന്ധിച്ച് അലീനെ പിടിപ്പിക്കുക കയ്യിൽ. ആൻ്റപ്പൻ ചേട്ടൻ ഇതും പിടിച്ചോണ്ട് ഇങ്ങനെ കിളിയിലാ വരച്ചോണ്ട് നിൽക്കാം. ആൻ്റപ്പൻ ചേട്ടൻ്റെ പണി ഇതാണെന്നാണ് ബൈജു ചേട്ടൻ പറഞ്ഞത്. എന്തിനാണെന്നും പറഞ്ഞു, പല കള്ളത്തരങ്ങളും കണ്ണിൽ പെട്ടിട്ടും കാണാത്ത മട്ടിൽ കണ്ണടയ്ക്കുന്നതിനുള്ള പ്രതിഫലം. പൗലോസ് ചേട്ടനും ബൈജു ചേട്ടനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 1/2 ലിറ്ററൊക്കെ വാങ്ങിച്ച് തരാറില്ലേ? അയ്യോ എൻ്റെ പൊന്നു കുഞ്ഞെ, ഞാൻ ചോദിച്ചു വാങ്ങിക്കുന്നതൊന്നും അല്ല, അവർ കൊണ്ടുവന്ന് തരുന്നതാണെന്ന് ആൻ്റപ്പൻ ചേട്ടൻ അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് നിന്ന അലീന നേരെ അയാളുടെ മുന്നിൽ നിന്നിട്ട്, സാരമില്ലെന്നേ, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഒരിക്കലും ആൻ്റപ്പൻ ചേട്ടൻ അവരോടിത് ചോദിക്കരുത്. അവർ തന്നാൽ അത് വാങ്ങിക്കുകയും ചെയ്യരുത്. വേണമെന്ന് തോന്നുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനൊന്ന് കണ്ണടച്ചാൽ മതി, ഞാൻ അപ്പം തന്നെ വാങ്ങിച്ച് തരുമെന്ന് അലീന പറയാട്ടോ. മനഃപൂർവ്വം ഒന്നും അല്ല കുഞ്ഞെ, അവർ നിർബന്ധിച്ചപ്പോൾ. ശരി, വേണ്ട വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു. കേണൽ സാബിനോട് പറയല്ലേ കുഞ്ഞെ, ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ല എന്നാ ചേട്ടൻ. എനിക്കൊരു തെറ്റു പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അലീനയ്ക്ക് സങ്കടം വന്നു ശരിക്കും. അലീന അന്നേരത്തേക്കും എങ്ങനെ തോന്നി ആൻ്റപ്പൻ ചേട്ടൻ എൻ്റെ പപ്പയോട് ഇങ്ങനെ ചെയ്യാൻ? ആൻ്റപ്പൻ ചേട്ടനെ എന്തൊരു വിശ്വാസമായിരുന്നു എൻ്റെ പപ്പയ്ക്ക്. പപ്പയുടെ വലം കൈ ആയിരുന്നില്ലേ ആൻ്റപ്പൻ ചേട്ടൻ? എന്നിട്ടും പപ്പയെ പറ്റിക്കാൻ കൂട്ടു നിന്നില്ലേ നിങ്ങൾക്ക് എങ്ങനെ തോന്നി അതെന്നും ചോദിച്ചുകൊണ്ട് അലീന ഇങ്ങനെ പറയാം. വിശ്വസിക്കുന്നവരെ ഇങ്ങനെ ചതിക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ പറയാം. അതിനേക്കാളും വലിയ പാപം വേറെ ഇല്ല, അത്രേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ എന്നും അലീന ആ ചേട്ടനോട് പറയുമ്പോഴേക്കും, എന്നോട് ക്ഷമിക്കണേ കുഞ്ഞെ, എന്നോട് ക്ഷമിക്കണേ, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആൻ്റപ്പൻ ചേട്ടൻ. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് സങ്കടം വന്നു. അലീന കരഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും അലീന ചില്ലറക്കാരിയല്ല എന്നുള്ളത് പൗലോസിനും ബൈജുവിനും ആൻ്റപ്പൻ ചേട്ടനും ഒക്കെ മനസ്സിലായി. അതിനപ്പുറം തൻ്റെ കൊച്ചുമകളും മിടിമിടിക്കുകയാണെന്നുള്ളത് നമ്മുടെ വല്യപ്പച്ചനും മനസ്സിലായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഏത് രീതിയിലാണ് നമ്മുടെ സ്റ്റാൻലിയുടെ തറവാട് പോകാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.